അതിനകത്ത് വന്ന പിഴവുകളൊക്കെ അല്ലാഹുവിന്റെ ഇന്ന് ചെയ്തതിനേക്കാൾ കൂടുതൽ സൽക്കർമ്മങ്ങൾ നാളെ ചെയ്യാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളോട് ശുദ്ധമായ ഹറമിലെത്തി. എന്താണ് ഈ ഹറമിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രതിഫലം? ഈ പരിശുദ്ധമായ മണ്ണിൽ നമ്മൾക്ക് വരുമ്പോൾ നമുക്ക് അല്ലാഹു തരാമെന്ന് പറഞ്ഞ ചില പ്രതിഫലമുണ്ട്. നിങ്ങൾ കഅബ കണ്ടില്ലേ? കണ്ടു ഉറക്കം വരുന്നു? ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നാലോരം പാടിക്കളി. ഉറങ്ങുവാണെങ്കിൽ എന്നെ പാടും. അതുകൂടെ ഞാൻ പാടും. അള്ളാഹുവിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ അള്ളാഹു കഅബയോട് ചോദിച്ചിട്ട് നിനക്ക് എന്താ വേണ്ടത്? അള്ളാഹുടെ ഭവനമല്ലേ? അപ്പൊ അള്ളാഹു കഅബയോട് ചോദിക്കും നിനക്ക് എന്ത് വേണം? കഅബ പറയുന്നത്രേ, എന്നെ വന്ന് കണ്ടവർക്കൊക്കെ, എന്നെ തൊട്ടവർക്ക്, എന്നെ കണ്ടവർക്കൊക്കെ, എന്നെ തൊട്ടവർക്കൊക്കെ നീ സ്വർഗം കൊടുക്കണേ. കഅബ പറഞ്ഞു എന്നെ ആരെല്ലാം വന്ന് കണ്ടിട്ടുണ്ടോ അവർക്കൊക്കെ സ്വർഗം കൊടുക്കാം. ഇല്ല, തൊടാൻ കിട്ടിയിട്ടില്ല. തൊട്ടോ? തൊട്ടവരുണ്ട്. അയ്യോ, ദൂരെ എന്നിട്ട് ആ തൊടലല്ല. ആ തൊടലാണോ? കഅബ തൊട്ടോ? കഅബയുടെ കില്ലയിൽ പിടിച്ചോ? കഅബയുടെ വാതിലിന്റെ മുമ്പിൽ പോയോ? ഹിജ്റുൽ ഇസ്മായിൽ കണ്ടോ? റുക്നുൽ യമാനി പോയോ? ഹജറുൽ അസ്വദ് എന്താണെങ്കിലും ഹജറുൽ അസ്വദിനോട് നാളെ അല്ലാഹു ചോദിക്കും നിനക്ക് എന്താ വേണ്ടത്? എന്നെ ചുംബിച്ചവർക്ക്, എന്നെ തൊട്ടവർക്ക് നീ സ്വർഗ്ഗം കൊടുക്കണമെന്ന് പറയുന്നു. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. നമ്മുടെ ദുആഇക്ക് ഇജാബത്ത് പൂർണ്ണമായ മുന്നിൽ അവിടെ കൊടുത്താണ്. അപ്പൊ തൊടുന്നതൊക്കെ പ്രതിഫലം കിട്ടുന്ന ഒരു സ്ഥലമാണ് പരിശുദ്ധമായ ഹറം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാര്, നമ്മളത് പാഴാക്കാനായിട്ട് നമുക്ക് പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ഈ മണ്ണിൽ വന്നിട്ട്, അപ്പൊ അതുകൊണ്ട് പരിശുദ്ധമായ റമളാൻ മാസത്തിലാണ് നമ്മളുള്ളത്. അൽഹംദുലില്ലാഹ് ഒരു ജുസുമെങ്കിലും ഓതിയവരെ ഒന്ന് കൈവക്കുക. ഓതിയവരിവിടെ വന്നിട്ട് ഇന്ന് രണ്ടാമത്തെ നോമ്പിലേക്ക് നമ്മൾ കടന്നു. ഞാനാണെങ്കിൽ ഇന്നിപ്പോ എന്തായാലും തവാഫ് സഅയ് ചെയ്യുന്ന സമയത്ത് ഖുർആൻ എടുത്ത് സൂറത്തുൽ ബഖറ മുഴുവനും ഓതി തീർത്തു. സഅയ് കഴിയും രണ്ടേ കാര്യം ഓതാം. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഓരോ ഉംറയ്ക്കും ഓതിയാൽ മതിയില്ലേ? ഓരോ സഅയ് ചെയ്യുന്ന സമയത്ത് ഖുർആൻ ഓതിയാൽ തന്നെ നമുക്ക് ഒരു സ്ഥലത്ത് പോയി തീർക്കാൻ കഴിയും. അപ്പൊ റമളാൻ തീരുന്നതിന് മുമ്പ് പരിശുദ്ധമായ ഖുർആൻ ഒരു വട്ടമെങ്കിലും പരിപൂർണമായി ഓതി തീർക്കണം. നമുക്ക് ഭാഗ്യം തരുമാ. അപ്പൊ എനിക്ക് നിങ്ങളോട് ആകെ പറയാനുള്ള ഒറ്റ കാര്യം, ഇന്നൊരു ഇന്നേ ഉള്ളൂ. ഒരു ഇന്നെന്താ? ഈ മണ്ണിൽ വന്നിട്ട് ഈ മണ്ണിനെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം. ഈ മണ്ണിനോടുള്ള ആദരവ് നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ഈ മണ്ണിൽ വന്നിട്ട് ഈ മണ്ണിനോട് നമ്മൾ എന്തെങ്കിലും ആദരവ് കുറവ് നടത്തിയാൽ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള പണി ഉണ്ടാവും. നമുക്ക് കാത്തിരിച്ചുമാണ്. അല്ല, മനസ്സിലായ ഈ മണ്ണിൽ വന്നിട്ട് ഈ മണ്ണിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത വാക്കാകട്ടെ, പ്രവൃത്തിയാകട്ടെ, പെരുമാറ്റമാകട്ടെ, എന്തെങ്കിലും നമ്മൾ ചെയ്താൽ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും ആഖിറത്തിലും പരിലോകത്തൊന്നുമല്ല, ഇവിടെ വെച്ച് തന്നെ കിട്ടും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കും. അപ്പൊ ആ ഒരു ഓർമ്മ നമുക്ക്
അപ്പൊ നമ്മൾ സിയാറത്തുണ്ട്, പക്ഷെ സിയാറത്ത് നാളെയില്ല, ബുധനാഴ്ചയുണ്ട് സിയാറത്ത്. അത് നമ്മളെന്ത് തീരുമാനിക്കുന്നത്? കമ്പനിയാണ് തീരുമാനിക്കുന്നത്. ബുധനാഴ്ചയാണ് സിയാറത്ത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഹുദൈബിയ എന്ന് പറയുന്ന ഒരു മീഖാത്തുണ്ട്, ജീറാന എന്ന് പറയുന്ന ഒരു മീഖാത്തുണ്ട്. അപ്പൊ ഈ സിയാറത്ത് പോകുമ്പോൾ നമ്മൾ ജീറാനയിൽ പോയിട്ടാണ് ഈ ഹുദൈബിയായിട്ടാണ് അല്ലേ? ഹുദൈബിയയ്ക്ക് എന്താ പറയുക? ഹുദൈബിയയ്ക്ക്. അപ്പൊ ആ ഹുദൈബിയ എന്ന് പറയുന്ന മീഖാത്തിൽ പോയിട്ട് നമുക്കൊരു ഉംറ ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു ഇഹ്റാം കിട്ടിയിട്ട് വരും. പിന്നെ ഇവിടെ വന്ന് 2 ഉംറ കൂടെ ചെയ്യും. പക്ഷെ ഇപ്പൊ നമുക്ക് കിട്ടിയ ഭാഗ്യം, മദീനത്ത് നിന്ന് വരുന്ന സമയം നമുക്ക് അവിടെ നിന്ന് ഇഹ്റാം കിട്ടി. അവിടെ നബിതങ്ങൾ സ്വഹാബത്തും അവിടെ നിന്നാണ് ചെയ്തു വരുന്നത്. രണ്ടാമത് നമ്മൾ ഇന്ന് ആയിഷ പള്ളിയിൽ പോയി. അവിടെ ആയിഷ ബീവി റളിയല്ലാഹു തആല പോയി നിന്ന സ്ഥലത്ത് അവിടെ പോയി ഇഹ്റാം കിട്ടി. ഇനി ഹുദൈബിയ എന്ന് പറയുന്നത് നബിതങ്ങളും സ്വഹാബത്തും കുറേ ദിവസം താമസിച്ച് അവിടെ നിന്ന് ഇഹ്റാം കിട്ടിയിട്ട് വന്ന സ്ഥലമാണ് ഹുദൈബിയ. ബുധനാഴ്ച നമ്മൾ ഇൻഷാ അല്ലാഹ് സിയാറത്തിന് പോകുമ്പോൾ ജീറാനയിൽ നിന്ന്, അതൊരു പെണ്ണിന്റെ പേരാണ് ജീറാന, ഒരു ഭ്രാന്ത് പിടിച്ചൊരു പെണ്ണാണ്. ആ പെണ്ണിന്റെ പേരാണ് ജീറാന. പിന്നെ അൽഹംദുലില്ലാഹ് തായിഫാണുള്ളത്. അപ്പൊ ഞാൻ പറയുന്നത്, ഇനി നിങ്ങൾ 3 ഉംറ ചെയ്യണം. ആമീൻ. 3 അതിൽ ഒരെണ്ണം മാത്രമേ എവിടെ നിന്ന് കിട്ടത്തുള്ളൂ? കമ്പനിയിൽ നിന്ന് ഒരു ഉംറ മാത്രം, ബുധനാഴ്ചത്തെ ഉംറ മാത്രമേ കിട്ടുള്ളൂ. ബാക്കി 2 ഉംറയും നിങ്ങൾ പൈസ കൊടുത്ത് ചെയ്യേണ്ട ഉംറയാണ്. പക്ഷെ അത് 2ഉം ഹുദൈബിയയാണ്, 2 തായിഫാണ്. അപ്പൊ 2 കാര്യങ്ങൾ അതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സംസം വെള്ളം വാങ്ങണം. സംസം വെള്ളം വാങ്ങണ്ടേ? ഇഷ്ടം പോലെ കുപ്പിക്കകത്ത് നിറയ്ക്കാം. അത് നിങ്ങൾ നിറച്ചോ. നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? ഫ്ലൈറ്റിൽ കയറ്റുമോ? ഫ്ലൈറ്റിൽ കയറ്റണമെങ്കിൽ എയർപോർട്ടിൽ നിന്ന് അവർ തരുന്ന വെള്ളമുണ്ട്. ആ വെള്ളം പൈസ കൊടുത്ത് വാങ്ങിക്കുകയാണെങ്കിൽ അത് മാത്രമേ ഫ്ലൈറ്റിൽ കയറ്റത്തുള്ളൂ. ബാക്കി എല്ലാ വെള്ളവും എയർപോർട്ടിൽ പോക്കും. ലഗേജിലൊന്നും ആരും വെള്ളം കയറ്റി വെക്കരുത്. കുപ്പി നിറയ്ക്കാൻ വേണ്ടി എവിടാ സ്ഥലമെന്ന് തിരയുന്നുണ്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് എവിടാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തിന് മുമ്പത്തെ പ്രാവശ്യം വന്നപ്പോൾ ഞാനിത് 1000 വട്ടം പറഞ്ഞതാണ്. പക്ഷെ ജിദ്ദ എയർപോർട്ടിൽ വെച്ച് എല്ലാവരും അകത്ത് കയറിപ്പോയി. സുബൈദ ബീവി ആരാന്ന് കരയുന്നുണ്ട്. എന്നെ പിടിച്ചു, അമീറെന്ന് പറഞ്ഞ് എന്നെ പിടിച്ചു അവിടെ നിർത്തി. സുബൈദ ബീവിയെ പറഞ്ഞിടാൻ പറഞ്ഞു. ഏത് സുബൈദ ബീവി? 120 പേര് 130 പേരങ്ങാനുണ്ടായിരുന്നു. എല്ലാവരും പോയി. അവരുടെ ലഗേജ് മാത്രം അവിടെ പിടിച്ചു വെച്ചിരിക്കാം. അവസാനം ഞാനും അടസറക്കാരും കൂടി ഞങ്ങൾ രണ്ടുപേരും കൂടെ കയറി നോക്കുമ്പോൾ സുബൈദ ബീവി താഴെ ഇരിക്കൊണ്ട് സംസംബന്ധം വെച്ചത് കാരണം എല്ലാവരുടെയും ലഗേജ് പോയി, അവരുടെ മാത്രം വിട്ടില്ല. അവസാനം പറഞ്ഞു, ഒന്നുകിൽ ഈ സാധനം എടുത്തു മാറ്റണം. ഞാൻ അവിടെ വെച്ച് അവരുടെ ലഗേജ് പൊട്ടിച്ചിട്ട് എന്ത് ചെയ്യാൻ? അവസാനം പിന്നെ മാറി എന്നിട്ട് 200 രൂപ എടുത്ത് കൈക്കൊടുത്തിട്ട് പറഞ്ഞ് അപ്പനെ വിട്ടോളാം. അങ്ങനെയാണ് അവരുടെ ലഗേജ് കയറ്റി വിട്ടത്. എന്നിട്ട് ഞാൻ ഓടുക, എല്ലാവരും ഫ്ലൈറ്റിൽ കയറി, ഞാൻ മാത്രമേ ഉള്ളൂ സാധനം. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഹാൻഡ് ബാഗിൽ നിങ്ങൾ വെള്ളം വെച്ചു. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ അവർ പിടിക്കും, അത്രയേ ഉള്ളൂ. പക്ഷെ ലഗേജിൽ വെച്ചാൽ ലഗേജ് വരത്തില്ല. നാട്ടിൽ ചെന്നിട്ട് കോഴിക്കോട് എയർപോർട്ടിൽ കിടന്ന് തവാഫ് ചെയ്യാനേ പറ്റൂ. ഉസ്താദിന് മുമ്പ് ഒമ്പ്രയുടെ പ്രതിഫലം ഉസ്താദിന് കൊടുക്കേണ്ട വരും. അല്ലാഹു കാത്തിരക്ഷിക്കുമാർ. ഉസ്താദിനെ പറഞ്ഞൊരു കാര്യം എന്താ? വെള്ളം അപ്പം എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞു വന്നത്, അത് വാങ്ങണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഈ ഭക്ഷണം തരുന്ന സഹോദരങ്ങൾ അല്ലേ, എല്ലാവരും വലിയ വലിയ ലഗേജുകളൊക്കെ കെട്ടിയിടും. ഈ ലഗേജ് ആര് വണ്ടി കൊണ്ട് വെക്കും? നിങ്ങൾ ആരും എടുത്തുകൊണ്ട് വെക്കുമോ? അതല്ലേ നല്ലത്. ഒരു കാര്യമായിട്ട് കാണുന്നത് 100 രൂപ എന്ന് പറയുമ്പോഴത്തേക്കുണ്ടോ? ഒരു നാട്ടില് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടേക്ക് വരുമ്പോൾ 85 രൂപ. അപ്പൊ എൻ്റെ സ്വന്തം സഹോദരൻ്റെ ഫാമിലിയിലുള്ളവർ പറഞ്ഞു 65 രൂപയ്ക്ക് കൊണ്ടുപോകുന്നുണ്ട്. 65 രൂപയ്ക്ക് കൊണ്ടുപോകുന്നവരുണ്ട്. അപ്പം ഞങ്ങൾ പൊക്കോ. അങ്ങനെ മോനെ നിന്റെ കൂടെ വരുവാണെങ്കിൽ 65 പിന്നത്തെ ഒരാൾക്ക് 55 ആകുമ്പോൾ അത്ര പൈസ വരുന്നു. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ പൈസ നോക്കുവാണെങ്കിൽ ഒരാളെ കൂടെ ഉംറയ്ക്ക് പോകാൻ പറ്റും. ഞാൻ പറഞ്ഞു എന്നാൽ പൊക്കോ. അങ്ങനെ ഒരു ഉംറയ്ക്ക് വന്നു.
ഞാൻ ഹറമിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ചേട്ടത്തിയും ചേട്ടത്തിയുടെ ഫാമിലിയൊക്കെ ഞാൻ 1 മണിക്കൂർ ഞാൻ ഇരുന്നൊരു ബാത്റൂമിൽ ഇവരെ ഭൂമിയിൽ നിന്ന് വരുന്നതും കാരണം അള്ളാഹുവേ അവരോട് വന്നു. ഞാൻ ചോദിച്ചു 61 രൂപ എങ്ങനെയുണ്ട്, സൂപ്പറാണ് ഇനി ഇപ്പം എപ്പോഴാണെന്ന് അറിയില്ല. അള്ളാഹു ഭാഗ്യം തരുമാറാണ്. അപ്പോൾ കഅബാലയത്തിൽ പോകണം, കഅബ തൊടണം, കഅബയുടെ ഇല്ല പിടിക്കണം. ഹജറുൽ അസ്വദ് മുത്തുന്നവർക്ക് മാത്രമേ ഇടിയുള്ളൂ. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് പോകാൻ പറ്റും. എല്ലാവരും പോകണം. അള്ളാഹു ഭാഗ്യം തരുമാറാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മളൊരു അറിവ് പഠിച്ചു. സുഖമാണോ? സുഖമാണോ? സൂറത്തുൽ ഇഖ്ലാസ് പൂർത്തിയാക്കി തന്ന വിവരമെന്താ? വീട് എവിടെ വീട് പണിയും? സ്വർഗത്തിൽ വീട് പണിയും. വീട് പണിതോ? സൈഡ് ചെയ്തോണ്ടിരുന്നപ്പോ ചിലരൊക്കെ വീട് പണി നടത്തുന്ന കണ്ട്. നടത്തിയോ? എത്ര വീട്? ഏറ്റവും കൂടുതൽ വീട് പണിതാര? 10 വീട് പണിതാരെങ്കിലും? 10 ഉണ്ട്. 100 വട്ടം ഓതി എത്ര വീട്? 10 വീട്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ. മൂന്നാമത് പഠിച്ച ഇരുന്ന് കഅബ ആര് കണ്ടിട്ടുണ്ടോ അവരെ ആര് സ്വർഗത്തിൽ കൊണ്ടുപോകും? കഅബ. സജ്ജാണോ എല്ലാവരും കണ്ടവർക്ക് അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പിന്നെ നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾ ബേജാറാകണ്ട. നിങ്ങൾ സാധാരണ എനിക്ക് ആരോഗ്യം ഇല്ല, അങ്ങനെ പേടിക്കണം. പരിശുദ്ധമായ കഅബയിൽ വരുന്ന പ്രായമുള്ളവർക്ക് അല്ലാഹു യുവത്വം കൊടുക്കുന്നു. അവരുടെ ആരോഗ്യം ആരും നോക്കും? അല്ലാഹു നോക്കും. ഇതിനകത്ത് പ്രായം കുറഞ്ഞവരൊക്കെ മൂലയിലാകും. പ്രായമുള്ളവർ ഇപ്പോഴും അപ്പോഴും ഒന്നും നടക്കും. ഇവിടെ ഒരു ഉമ്മ പറഞ്ഞു, ഉസ്താദേ എത്രയോ വർഷമായി എൻ്റെ കാല് മടങ്ങത്തില്ല. ഏതൊരു ഉമ്മ പറഞ്ഞു? കസേര ഇരിക്കുന്നതാണ്. ചോറ് ഇത് പറയുമ്പോഴും അവർ മത്താഫി കൂടെ അതെന്നാ കൈയൊക്കെ നടക്കുന്നില്ലേ? അങ്ങനെ അള്ളാഹു. അപ്പൊ ഇന്നും പറഞ്ഞുകൊണ്ട് ഉസ്താദെ അള്ളാഹു ആരോഗ്യം തരുമെന്ന് പറഞ്ഞ് തുള്ളിച്ചാടി തരുന്നതായ കിടക്കും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ റമദാൻ മാസമാണ്, മരുന്നുകൾ കഴിക്കുന്നവരാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആയിപ്പോയി കഴിഞ്ഞാൽ അതിനകത്ത് കയറാൻ പോലും പറ്റത്തില്ല, നോമ്പൊടിക്കാൻ പറ്റത്തില്ല, ഒരു അമല് നടക്കില്ല. അപ്പൊ നാളെ തായിഫിൽ പോകുന്നു, ഹുദൈബിയയിൽ പോകുന്നു. തായിഫിൽ പോസ് പൈസ തന്നാലല്ലേ അതവിടെ നിൽക്കട്ടെ, ടിക്കറ്റ് എടുത്താലല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ എന്താണ് നിങ്ങളുടെ മനസ്സിലെന്താ? ഞങ്ങളെല്ലാം തയ്യാറാണ്. ആഗ്രഹം അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഒരു ആൾക്കാർ മഹാനായ ഇബ്നു അബ്ബാസ് ഖുർആൻ പണ്ഡിതനാണ്. നമ്മളെപ്പോലെയുള്ള പണ്ഡിതന്മാരൊന്നുമല്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് പറയുന്നു, ഖുർആനിക ഒരു സൂറത്ത് പഠിക്കാൻ 10 വർഷം എടുക്കുന്നു. എത്ര വർഷം? 10 വർഷം. ഒരു സൂറത്തിന്റെ അർത്ഥം പഠിക്കാൻ എത്ര കൊല്ലം എടുത്തു? 10 വർഷം എടുത്തു. 10 കൊല്ലം എടുത്തത്. അപ്പൊ مكة ونرجع مرة ثانية وبس كده حبوا لفة ولا Papá, San Bichel.
നോക്കി പോവാ واسع الكرم ورب البيت والحرم إليك أتيت منكسرا. ഒട്ടകത്തിന് കറവ് നടത്തിയിട്ടാണ്. കാരണം എന്താ, ഉംറയിൽ നിന്ന് സഹജിലാവണമെങ്കിൽ അപ്പോൾ ഇന്ന് നമ്മൾ വേറെ ഉള്ളവരും കയറ്റാം. നിങ്ങളെ കവറിൽ വേറെ ആളുകളെയും എന്ന് പറഞ്ഞാൽ പോയ ആളുകളാണ്. ജീവിതത്തിൽ ഇതുവരെ ഉംറയും മറ്റും നബിയും സഹാബാക്കളും ഹുദൈബിയ സന്ധി നടത്തിയിട്ടുള്ള സ്ഥലമാണ്. സഹാബാക്കൾ അന്ന് കെട്ടിയിട്ടുള്ള കല്ലുകളാണ് ഇപ്പോഴും ഇവിടെ നിലകൊള്ളുന്നത്. നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിലാവുക, ദിക്റുകൾ പറയുക. നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ട ദിക്ർ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറയുന്ന ദിക്റാണ്. അപ്പൊ അൽഹംദുലില്ലാഹ് നമ്മൾ നേരെ ഹറമിലേക്ക് പോകുന്നു. താഴെ എല്ലാം അണ്ടർഗ്രൗണ്ടിൽ ഇന്നലെ പോയ സ്ഥലത്ത് പോകാൻ കഴിയുമെങ്കിൽ അവിടെ, അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ചങ്ങാതി എവിടെയെങ്കിലും കൊണ്ട് അടുത്തിറക്കി വിടും നമ്മളെ. നേരെ മത്താഫിലേക്ക് പോകും ഇൻഷാ അല്ലാഹ്. ഒലു എല്ലാവർക്കും ഉണ്ട്. ഇനി വസ്വാസിൽ ഖന്നാസ് പിടിക്കണ്ട, എല്ലാവർക്കും ഒലു ഉണ്ട്. ബാത്റൂമിലൊന്നും ആർക്കും പോകണ്ട. അതിനെക്കുറിച്ച് മിണ്ടുപോലും ചെയ്തേക്കരുത് ഇൻഷാ അല്ലാഹ്. നമ്മൾ നേരെ പോയി അൽഹംദുലില്ലാഹ് ഇബാദത്തുകളൊക്കെ ചെയ്ത് 7 പ്രാവശ്യം തവാഫ് ചെയ്ത് അൽഹംദുലില്ലാഹ് 2 റക്അത്ത് നിസ്കരിച്ച് നേരെ സഅയും ചെയ്ത് സാധാരണ ഇരിക്കണ സ്ഥലത്ത് വന്ന് എല്ലാവരും ഇരിക്കുക. അൽഹംദുലില്ലാഹ്. ഈ വലതുഭാഗത്ത് കാണുന്ന ഈ ഒരു കുബ്ബ ഉണ്ടോ? വണ്ടിയുടെ ഫ്രണ്ടില് വലതു ഭാഗത്തൊരു കുബ്ബ കാണുന്നുണ്ടോ? കണ്ട, ഇതാണ് ഹറമിന്റെ അതിർത്തി. ഇത് ഹറമിന്റെ അതിർത്തി. ഇവിടെ മുതൽ അങ്ങോട്ട് ഹറമ. അപ്പൊ ആ ഹറമിനുള്ള സ്ഥാനവും ബഹുമാനമൊക്കെ ഉണ്ടാകണമെന്നാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ ഹറമിനോടുള്ള ഹുർമത്ത് പാലിക്കാൻ അല്ലാഹു ഭാഗ്യം പെരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. اللهم انزل بالمقعد المقرب عندك يوم القيامة. اللهم احسن عاقبتنا في الامور كلها واجرنا من خزي الدنيا وعذاب الاخرة. റഹ്മ റഹീമായ കരുണകടലായ ദയാലുവായ മലിക്കുൽ ജബ്ബാറായ ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹുവേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടുന്ന നീ കബൂലാക്കണം അല്ലാഹ്. അല്ലാഹുവേ, പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നോമ്പ് പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ഹറാമിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന റഹ്മാനെ, അല്ലാഹുവേ, ഞങ്ങൾ ഉംറ ചെയ്യാൻ പോവുകയാണ്, നീ കബൂലാക്കണം അല്ലാഹ്. ഹജ്ജിന്റെ കൂലി തരണേ അല്ലാഹ്, ഹജ്ജിന്റെ കൂലി തരണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്ത പാവങ്ങൾ മുഴുവനും നീ പുറത്തു വരണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് ചോദിച്ചു വാങ്ങാൻ നീ ഞങ്ങൾക്ക് 10 ദിവസം തന്നിരിക്കുന്നു റഹ്മാനെ. അതിലെ 3-ാമത്തെ ദിവസത്തിലാണ് ഞങ്ങൾ ഉള്ളത് പടച്ചവനെ. അല്ലാഹുവേ, നീ ഞങ്ങളോട് കരുണ കാണിക്കണം അല്ലാഹ്. ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. അല്ല, നീ ഞങ്ങളെ കൈവിട്ടാൻ ഞങ്ങളെ ആര് സഹായിക്കും പടച്ചവനെ. അല്ലാഹുവേ, നിന്റെ കരുണയില്ലാതെ ഞങ്ങൾക്ക് ഒരാൾക്കും ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ കഴിയില്ല പടച്ചവനെ. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെങ്കിൽ നീ കരുണ ചൊരിയണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മരണവേദന കുറയണമെങ്കിൽ നീ കരുണ ചൊരിയണം റഹ്മാനെ. ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിലും നീ കരുണ ചൊരിയണം റഹ്മാനെ.
ഹിസാബിന്റെ വേളയിൽ പടച്ചവനെ ഞങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ നിന്റെ കരുണ വേണം റഹ്മാന്. നന്മ തിന്മ എഴുതിയ കിതാബ് വലതുകൈ കൊണ്ട് വാങ്ങണമെങ്കിൽ നീ തന്നെ വിചാരിക്കണം റഹ്മാന്. സിറാത്ത് കടക്കണമെങ്കിൽ നീ വിചാരിക്കണം റഹ്മാന്. അല്ലാഹുവേ പടച്ചവനെ നീ പറഞ്ഞിട്ടുണ്ട്, നിന്റെ മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിൽ പോകണമെങ്കിലും നീ തന്നെ വിചാരിക്കണം റഹ്മാന്. ഞങ്ങൾ എത്ര തലകുത്തി കടന്ന് ഇബാദത്ത് ചെയ്താലും നിന്റെ കരുണയില്ലാതെ ഞങ്ങൾ രക്ഷപ്പെടില്ല റഹ്മാന്. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് കരുണ തരണേ പടച്ചവനെ. ഈ പാപികളും ദോഷികളുമായ ഞങ്ങളോട് നീ കരുണ കാണിക്കണം അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ വന്ന വഴി അത്രയും നീ ഞങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കണേ അല്ലാ. ഞങ്ങൾ മതാഫിലൊക്കെ നടക്കുമ്പോ, ഞങ്ങൾ സൈ ചെയ്യുമ്പോ ഓരോ ചുവട്ടടിക്കും ഞങ്ങളുടെ പാപം നീ പൊറുത്തു തരണേ റഹ്മാനെ. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ റഹ്മാനെ. ഒരു ഉംറ കഴിയുമ്പോ ഞങ്ങളെ നീ സ്വർഗത്തിന്റെ അവകാശിയാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ഉപ്പ ഞങ്ങളുടെ ഉമ്മ പലരും ഈ മണ്ണ് കണ്ടിട്ടില്ല റഹ്മാനെ. അല്ലാഹുവേ അവരുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. സ്വർഗപ്രതാപനമാക്കണേ അല്ലാ. സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ. സ്വർഗത്തിന്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കണേ അല്ലാ. സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്ന ഖബറാക്കണേ അല്ലാ. അവരുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. അവർക്ക് പെരുന്നാളിന്റെ സന്തോഷം കൊടുക്കണേ അല്ലാ. ഞാൻ കഷ്ടപ്പെട്ട് വളർത്തി എന്റെ പൊന്നുമക്കൾ എന്നെ മറന്നില്ലല്ലോ എന്നോർത്തവർ സന്തോഷിക്കണേ അല്ലാ. അവരെ സന്തോഷിപ്പിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. പടച്ചവനെ അവർക്ക് വാദം മരിച്ചുപോയവർക്ക് വേണ്ടി ഉംറ ചെയ്യുന്നവരുടെ ഉംറ നീ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങൾ ഹദിയ ചെയ്യുന്നതിന്റെ പ്രതിഫലം നീ അവരുടെ ഖബറിൽ എത്തിച്ചു കൊടുക്കണേ അല്ലാ. നമുക്ക് നവമത്തിൽ ആറൂസ് എന്ന മലക്കുകൾ പറയുന്ന ഖബറാക്കണേ റഹ്മാനെ. അവര് ഖബറിനകത്ത് കിടന്ന മക്കൾക്കായി ഞങ്ങൾക്ക് വേണ്ടി അവർ ദുആ ചെയ്യണേ പടച്ചവനെ. അല്ലാഹുവേ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പടച്ചവനെ പലരും രോഗികളാണ് റഹ്മാനെ. പടച്ചവനെ വീടിന്റെ അകത്ത് കിടന്ന് നരകിക്കുന്നത് കാണേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. അല്ലാഹുവേ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയവരാണ് റഹ്മാനെ. പടച്ചവനെ നീ അവരെ വേദനിപ്പിക്കല്ല റബ്ബേ. അവരുടെ പൊരുത്തം നൽകണേ അല്ലാ. അവരുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ മക്കളെ നീ കാത്തുകൊള്ളണേ അല്ലാ. കള്ളും കഞ്ചാവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന മക്കളാക്കല്ല പടച്ചവനെ. ഞങ്ങളെ ചതിക്കുകയും ഞങ്ങളെ വഞ്ചിക്കുകയും ഞങ്ങളെ നാണം കെടുത്തുകയും ചെയ്യുന്ന മക്കളാക്കല്ല റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളുടെ കൈപിടിച്ച് സ്വർഗത്തിൽ പോകാൻ ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യമാര് സഹോദരിമാരുടെ ഭർത്താക്കന്മാരെല്ലാവരെയും നന്നാക്കണേ അല്ലാ. നിന്നെ ഭയന്ന് ജീവിക്കുന്നവരാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ ഈ ദുആ നീ കബൂലാക്കണേ റഹ്മാനെ. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട് റബ്ബേ. അല്ലാഹുവേ അവരെല്ലാവരെയും നീ ഇവിടെ എത്തിക്കണേ അല്ലാ. അവർക്ക് പടച്ചവനെ ഉംറ ചെയ്യാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഇത്രയും പേര് വണ്ടിയിലുണ്ടായിട്ട് പടച്ചവനെ 1-2 പേര് മാത്രമേ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ റഹ്മാനെ. അല്ലാഹുവേ പ്രായമായി മുടിയൊക്കെ നരച്ച് അല്ലാഹുവേ പലർക്കും ഹജ്ജ് ഫർളാണ് റബ്ബേ. അല്ലാ നീ കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാ. നീ കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാ. മരിച്ചുപോയവരുടെ കടം വീട്ടാത്ത മക്കളുടെ കാലമാണ് റബ്ബേ. മാതാപിതാക്കളുടെ ഖബർ എവിടാണെന്ന് പോലും അറിയാത്ത മക്കളുടെ കാലമാണ് റബ്ബേ. അല്ലാ നീ ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളെ നീ കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ മരിക്കുന്നതിന് മുമ്പ് നീ ഞങ്ങളെ ഇവിടെ എത്തിക്കണേ പടച്ചവനെ. ഇബ്രാഹിം നബിയുടെ വിളി കേട്ടവരിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാ. യഥാർത്ഥ ലൂഫുർ റഹ്മാൻ നീ ഞങ്ങളെ പെടുത്തണേ പടച്ചവനെ. അല്ലാഹുവേ ഹജ്ജ് ചെയ്ത ഒരു ഹാജിക്ക് 400 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഭാഗ്യമുണ്ട് പടച്ചവനെ. അല്ലാഹുവേ ആ ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ അമീറന്മാരായ ഉസ്താദന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ ഖിദ്മത്തുകൾ നീ കബൂലാക്കണേ അല്ലാ. അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അവര് ചിരിച്ചും കളിച്ചും നടക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ പാപങ്ങളാണ് റഹ്മാനെ. പടച്ചവനെ വലിയ കഷ്ടപ്പാടിൽ ജീവിക്കുന്നവരാണ് പടച്ചവനെ. അല്ലാഹുവരുടെ ഭാര്യ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവർക്കൊക്കെ നല്ല ഭാവിയും നല്ല ജീവിതവും കൊടുക്കണേ പടച്ചവനെ. ഞങ്ങളുടെ മക്കളിൽ പലരും പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന റഹ്മാനെ. പടച്ചവനെ ഉന്നത വിജയം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ചെറിയൊരു കുഞ്ഞു പ്രസവം കഴിഞ്ഞ് അല്ലാഹുവേ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നു. ആ പൊന്നു കുഞ്ഞിനെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ.
നീ ശുഭ നൽകണേ റഹ്മാനെ. അള്ളാഹുവെ വലിയൊരു സർജറി കഴിഞ്ഞൊരു പൊന്നുമോന് മരണത്തോട് മല്ലടിക്കുന്ന അവസ്ഥയിലാണ്. നീ ശുഭ കൊടുക്കണേ പടച്ചവനെ. നിന്റെ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ പടച്ചവനെ. ആരെല്ലാം ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാവരുടെ എല്ലാവിധ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹു. പടച്ചവനെ ഞങ്ങളുടെ ഈ സംഘത്തെ നീ കബൂലാക്കണേ പടച്ചവനെ. ഞങ്ങളെ ഇവിടെ എത്തിച്ച് ഞങ്ങൾ പൈസ കൊടുത്താലും എല്ലാം ചെയ്താലും ഞങ്ങളെ ഇവിടെ എത്തിച്ച അള്ളാഹുവെ ഈ ട്രാവൽസിനെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹു ഇവർക്ക് നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ ജാബറിനെയും കുടുംബത്തെയും നീ ഏറ്റെടുക്കണേ റഹ്മാനെ. അള്ളാഹു ഇനിയും ഈ മണ്ണിൽ വരാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഇഖ്ലാസ് നൽകണേ തഖ്വ നൽകണേ തവാദുഅ നൽകണേ ഹുസ്നുൽ ഖുൽഖ് നൽകണേ പടച്ചവനെ. ഞങ്ങൾക്ക് ആർക്കും നീ അഹങ്കാരം തരല്ലേ അള്ളാഹുവെ. പടച്ചവനെ ദുആയെ നീ കബൂലാക്കണേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങൾ ചെയ്ത എല്ലാ നന്മകളും നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും രോഗികളാണ് റഹ്മാനെ. അള്ളാഹുവെ നീ ശിഫ നൽകണേ ആഫിയത്ത് നൽകണേ ചെറിയ മക്കളും പ്രായമുള്ള ഒരുപാട് പേരുണ്ട് റഹ്മാനെ. ഒരാളെയും ഈ മണ്ണിൽ വന്ന് രോഗിയാക്കി നീ കിടത്തല്ലേ പടച്ചവനെ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ സംഘത്തെ നീ കബൂലാക്കണേ പടച്ചവനെ. നാളെ നിന്റെ സ്വർഗത്തിൽ ഞങ്ങൾ ഇതുപോലെ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക. ചില ആളുകൾക്ക് പറ്റുന്ന അത്ര ഉംറ ചെയ്യാം. എന്നാലും മക്കയിൽ താമസിക്കുന്ന സമയത്ത് തക്റാറുൽ ഉംറ, തക്റാറു തവാഫ്, തവാഫ് അധികരിക്കുക, അത് ആവർത്തിപ്പിക്കുക, ഉംറ വർദ്ധിപ്പിക്കുക, അതൊക്കെയാണ് നമ്മുടെ മദ്ഹബ് നമ്മോട് പറഞ്ഞു തന്നത്. അപ്പൊ പറ്റാവുന്ന ആളുകളൊക്കെ അതൊക്കെ ചെയ്യുക. പറ്റാത്ത ആളുകൾ പറ്റുന്നത് ചെയ്യുക. ഇപ്പൊ പരിശുദ്ധ ഹറമിൽ വന്ന് കാബ നോക്കി നിൽക്കുക, പരിശുദ്ധ ഖുർആൻ ഓതുക, ഇഅ്തികാഫിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും. ഇന്ന് നമ്മൾ പോയി റെസ്റ്റ് എടുത്ത് ഉസ്താദ് അവരുടെ ക്ലാസ് കഴിഞ്ഞാൽ ആദ്യം ആണുങ്ങൾ എടുക്കും. ആദ്യം ആണുങ്ങൾ എടുക്കും. റഹീം. പാറമിലും ഞങ്ങൾ മൂന്നാമത്തെ ഉംറയ്ക്ക് വേണ്ടിയിട്ട് ഇഹ്റാം കെട്ടി വരികയാണ്. ഇൻഷാ അല്ലാഹ് നല്ല പ്രയാസമൊന്നുമില്ലാതെ ഉംറ നിർവഹിക്കാനുള്ള തൗഫീഖ്. മത്താഫിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം.
അവിടെ നിസ്കരിക്കാനാണെന്ന് പറഞ്ഞത്. കാബയുടെ മുമ്പിൽ നിന്ന് തന്നെ എപ്പോഴും നിസ്കരിക്കണം. ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾ വന്ന് മക്കാമി ഇബ്രാഹിമിൻ്റെ മുമ്പിൽ നിന്ന് നിസ്കരിക്കുക. അപ്പോൾ അവിടെ നിങ്ങളുടെ ഇവിടെ പോയി അറിയത്തില്ല, കുറേ എണ്ണം ഉണ്ടായിരുന്നു. Whoa!